ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൗണ്ടിങ് കാസ്. കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ ഹിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, നമ്മൾ കാര്യത്തിലേക്ക് കടന്നേക്കാം. ഈ ഒരു വീഡിയോ ഇത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. സ്വിഫ്റ്റ് മാക്സിമം ചെയ്യാൻ നോക്കണം, സ്വിഫ്റ്റ് നമുക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ട്, അങ്ങനെ ഒരുപാട് റിക്വസ്റ്റ് മെസ്സേജ് ഒക്കെ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്വിഫ്റ്റ് ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കാറുണ്ട്, പക്ഷേ സ്വിഫ്റ്റ് അങ്ങനെ കിട്ടാറില്ല. അതിൻ്റെ പേരിലാണ് നമ്മൾ മാക്സിമം വീഡിയോ സ്വിഫ്റ്റിൻ്റെ വരാത്തത്. ഇന്ന് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് എത്തിക്കാൻ പോകുന്നത് 2013 മോഡൽ സ്വിഫ്റ്റ് ആണ്. ഇത് VDI ആണ്. VDI എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഡീസൽ വേരിയൻ്റ് ആണ്. പിന്നെ അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ VDIനകത്ത് വരാറുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവ് റിവ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ വാഹനം ഓടിച്ചിട്ട് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെ, അതിൻ്റെ AC കാര്യങ്ങൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെ കംഫർട്ട് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ്, അങ്ങനത്തെ ഒരു വീഡിയോ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ ആ എൻജിൻ സൗണ്ടും കാര്യങ്ങളും പിന്നെ ഞാൻ ഓടിക്കുമ്പോഴുള്ള ആ ഒരു പെർഫോമൻസ് കാര്യങ്ങളൊക്കെ ഞാൻ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ വീഡിയോ 2013 ഡീസൽ വേരിയൻ്റ് ആയിട്ടുള്ള സ്വിഫ്റ്റിൻ്റെ ഫുള്ള് വ്യൂ കണ്ടുവരാം. ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് 2013 മോഡൽ സ്വിഫ്റ്റ് VDI എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം ഇത് ഡീസൽ വേരിയൻ്റ് ആണ്. ഈ വാഹനത്തിൻ്റെ കളറാണ് അതിൻ്റെ ഇംപ്രസീവ് എന്ന് നമുക്ക് പറയാനുള്ളത്. ഇത് റെഡ് കളറല്ല, ഇത് കോപ്പർ കളറാണ്. അത് നിങ്ങൾക്ക് വീഡിയോയിൽ എങ്ങനെ കാണാൻ എനിക്കറിയില്ല, പക്ഷേ ഇത് കോപ്പറായിട്ടുള്ള നല്ല ഒരു വെറൈറ്റി കളറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വാഹനം യാതൊരു രീതിയിൽ എന്തെങ്കിലും ചെറിയ രീതിയിലുള്ളൊരു എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല. ചെറിയ സ്ക്രാച്ച് പോലും നമുക്കില്ലാത്ത ഒരു വാഹനം തന്നെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടിരിക്കുന്ന ഒരു വാഹനം. ഇതിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ക്വാളിറ്റി നിങ്ങൾക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. വളരെയധികം ഇംപ്രസീവ് ആയിട്ടുള്ളൊരു ബോഡി ക്വാളിറ്റിയാണ്. യാതൊരു രീതിയിലുള്ള ചളക്കോ കാര്യങ്ങളോ ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. ഇനി നമുക്കതിന് ടയറും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചേക്കാം. ടയർ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 80% മുകളിൽ ടയർ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ പവർ വിൻഡോസിൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് ബട്ടൺ കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇൻറ്റീരിയർ നോക്കുമ്പോൾ മൊത്തത്തിലൊരു ബ്ലാക്ക് തീമിലാണ് വന്നേക്കണം. ബ്ലാക്ക് ആൻഡ് റെഡ് തീമിൽ സീറ്റിൻ്റെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. കൂടാതെ ഡാഷ്ബോർഡും ഡോർ പാഡും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ആ ഒരു ഡാർക്ക് തീമിൽ തന്നെ വന്നേക്കണം. നടുക്ക് നമുക്കൊരു മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ഓഡോമീറ്റർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഞാൻ ഒന്ന് പവർ ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ കിലോമീറ്റർ കവറേജ് കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാം. ജസ്റ്റ് ഒന്ന് പവർ ഓൺ ചെയ്യണം. പവർ ഓൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് 75,000 റൂഫ് നോക്കിയാലും റൂഫ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുന്ന റൂഫും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. പിന്നെ നമുക്കിനി ഇതിൻ്റെ റിയർ ഭാഗം അല്ലെങ്കിൽ പാസഞ്ചർ സൈഡ് വിശദമായിട്ടൊന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇവിടെ ടച്ച് സ്ക്രീൻ
DDIS ടെക്നോളജി വന്നിരിക്കുന്ന ഡീസൽ എഞ്ചിനായിട്ടുള്ള സ്വിഫ്റ്റിൻ്റെ ഒരു എഞ്ചിൻ റൂം ഇപ്പോൾ എല്ലാ ഭാഗവും വിശദമായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നോക്കാം. ഈ വാഹനത്തിൻ്റെ ക്വാളിറ്റിയോട് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കാം. കണ്ടോ, യാതൊരു രീതിയിൽ ചെറിയൊരു ലീക്കേജോ കാര്യങ്ങളോ ഒന്നും കാണാൻ പറ്റുന്നില്ല. എന്തെങ്കിലും രീതിയിലുള്ള ഡെൻറ്റോ കാര്യങ്ങളുണ്ടെങ്കിൽ സ്പോട്ട് ചെയ്യാവുന്നതാണ്. അതേപോലെ എല്ലാ ഭാഗവും സ്ലോയിൽ തന്നെ കാണിക്കുന്നുണ്ട്. എൻ്റെ ലിഡൊന്ന് അപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൂടെ കാണാൻ പറ്റാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്വിഫ്റ്റിൻ്റെ ഒരു മൊത്തം ബൂട്ടാണ്. ബൂട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് അധികം ലാവിഷ് സ്പേസ് ഒന്നും പ്രതീക്ഷിക്കരുത്. നോർമലായിട്ടൊരു മീഡിയം ഫാമിലിക്കൊക്കെ പോകാൻ പറ്റിയ സ്പേസ് ഉണ്ട്. സർവീസ് ടയേഴ്സിൻ്റെ ഒരു അവസ്ഥ കൂടെ നമുക്ക് നോക്കിയേക്കാം. സർവീസ് ടയേഴ്സ് ഇവിടെ കാണാം. അധികം എന്താ പറയുക ഗ്രിപ്പുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് 50% ഗ്രിപ്പ് മാത്രം നിലനിൽക്കുന്ന ഒരു മോഡൽ സ്വിഫ്റ്റ് VDI ഡീസൽ വേരിയൻ്റ് ആയിട്ടുള്ള VDIയുടെ ഫുള്ള് വ്യൂ ഇപ്പോൾ കണ്ടു കഴിഞ്ഞ്. അപ്പോൾ ഇനി ഇതിൻ്റെ കിലോമീറ്റേഴ്സ് ഇപ്പോൾ നിങ്ങൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞിട്ടുണ്ടാവും. ജസ്റ്റ് 75,000 അറൗണ്ടാണ് ഈ വാഹനം ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ വില കാര്യങ്ങളിലേക്ക് നമുക്ക് അടക്കാം. അതിനൊക്കെ മുമ്പ് തന്നെ എനിക്ക് ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിനും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ചാറ്റ് ചെയ്യാം. വാഹന സംബന്ധമായിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും അതുകൂടാതെ തന്നെ എൻ്റെ പേഴ്സണൽ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ ലിങ്കിൽ കൂടി വരുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റയും ഫേസ്ബുക്ക് പേജും രണ്ടും ഒന്ന് ഫോളോ ചെയ്തേക്കാം. ഒരു കാര്യം ഓർപ്പിക്കുകയാണ്, നിങ്ങൾക്ക് ഈ വാഹനത്തിൻ്റെ ഡ്രൈവ് വീഡിയോ, ഞാൻ ഓടിക്കുന്ന വീഡിയോ, അതുകൂടാതെ തന്നെ എഞ്ചിൻ സൗണ്ട്, AC-യുടെ പെർഫോമൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചെറിയൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. എൻ്റെ സെക്കൻഡ് ചാനൽ വൈഡ് ആംഗിൾ റിവ്യൂസിനകത്ത് ആ വീഡിയോ വരുന്നതാണ്. ഓക്കെ, ഇനി ഈ വാഹനത്തിൻ്റെ റേറ്റ്, ഇതിൻ്റെ റേറ്റ് 3,70,000 രൂപ, 3.70 lakhs ആണ് ആസ്കിംഗ് പ്രൈസ്. നെഗോഷ്യബിൾ ആണ്. വീഡിയോ താഴെയുള്ള നമ്പറിനകത്തേക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗോഷിയേറ്റ് ചെയ്യാം, റേറ്റൊക്കെ സംസാരിച്ച് ഫിക്സ് ചെയ്യാം. ലോൺ വേണമെങ്കിൽ ലോൺ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ സർവീസസ് ആണ് ഈ ഒരു ഷോറൂം കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ചാനലിൽ കൂടി കിട്ടുന്ന പ്രൊമോഷൻ വേണ്ടി ആകുമ്പോൾ ചിലപ്പോൾ ഈ വാഹനങ്ങൾ സെയിലായി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് വാഹനം ഇഷ്ടമാണെന്നെങ്കിൽ ഇപ്പോൾ തന്നെ നമ്പറിനകത്തേക്ക് ഒന്ന് വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഡീൽ ചെയ്തേക്കാം. അപ്പോൾ ഇത്രയൊക്കെയുള്ള കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് വേറൊരു കാറിൻ്റെ റിവ്യൂ ആയിട്ട് കാണാം.